ഏത്തപ്പഴം ഉണ്ടായിട്ട് പോലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കിഡിലൻ സ്നാക്സ്. നമ്മൾ പറയാതെ വയ്യ, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്നാക്സിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത കശുവണ്ടി മൂത്ത് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഇട്ട് മൂപ്പിക്കുക. ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരിയും കൂടി മൂത്ത് വീർത്തൊരു ബലൂൺ പരുവമായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ തേങ്ങ മൂത്ത് ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കരിപ്പട്ടി ചെറുതായിട്ട് ചെത്തിച്ചീകി വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കരിപ്പട്ടിക്ക് പകരമായി നിങ്ങൾക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കരിപ്പട്ടിയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് തേങ്ങയുമായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതായി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ ആവശ്യമായ ഏത്തപ്പഴം അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനായി ഇവിടെ ഈ എടുത്തിരിക്കുന്നത് അധികം പഴുത്തു പോകാത്ത 3 മീഡിയം വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് തീരെ അങ്ങ് പഴുത്തു പോകാനും തീരെ പച്ചയായി പോകാനും പാടില്ല. ഉദ്ദേശം 70-75% പഴുത്തതായിരിക്കണം. ഇവിടെ എന്തായാലും ഈ പഴം ഈ പറഞ്ഞ അളവിൽ പഴുത്തതായിരുന്നില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അനുഭവിച്ചതാണ് കേട്ടോ. എന്ത് തന്നെയായാലും ആ ഒരു പഴം ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ളിലെ ആ ഒരു കറുത്ത തരിമണികളുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ആ ഭാഗം മാത്രമായി കട്ട് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ ഈ സ്നാക്സ് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തായിട്ട് ഈ കറുത്ത അരിമണികളൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്സ് കാണാനായിട്ട് ഒരു ഗ്ലാമറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു സ്മാഷറോ മറ്റോ ഉപയോഗിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഈ സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി കൈ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ച് പരുവപ്പെടുത്തിയെടുക്കണം. ഇത് ഈ പരുവത്തിന് കുഴച്ചെടുക്കാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അളവിൽ നമ്മുടെ ഈ പഴം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഈ പഴം നന്നായിട്ട്, അതായത് അധികം തരികളൊന്നും ഇല്ലാത്ത തരത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറേശ്ശെ കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ശേഷം ഇത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് വെച്ച് കൊടുത്ത് പരത്തിയ നേന്ത്രപ്പഴത്തിൻ്റെ വശങ്ങൾ ഉപയോഗിച്ച് പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു പകുതി പണി അങ്ങ് തീർന്നു. അങ്ങനെ ഈ രീതിയിൽ നമ്മളിവിടെ ഒരു 5 സ്നാക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകളാണ്. വലിപ്പം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അളവിൽ 6-7 എണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ അല്പം ഈ സ്നാക്സ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാ വശവും ഒരുപോലെ മൂപ്പിച്ചെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഈ ഉരുളകളെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലത്ത് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, അവർ അധികം മടുപ്പില്ലാതെ കഴിക്കുന്ന നല്ലൊരു ഈവൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഈ സ്നാക്സിൻ്റെ എല്ലാ വശവും, അതായത് 2-3 വശങ്ങൾ അത് മതി. അപ്പോൾ അതൊന്ന് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.